എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജോബീഷ് ജോസഫ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റാണ് എന്നെ ഈ വീഡിയോയ്ക്ക് പ്രേരിപ്പിച്ചത്. ആ പോസ്റ്റ് എന്താണെന്നല്ലേ പറയാം. ഈ കാണുന്ന ഉപകരണം നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു ഉപകരണമാണ്. വിവാഹ സ്ഥലങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമെല്ലാം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമാണിത്. ഹെലിക്യാം എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഡ്രോണുകളാണിത്. 1000 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഡ്രോണുകൾ വരെ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇവ വാങ്ങുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമെല്ലാം ചില നിയന്ത്രണങ്ങളും നിബന്ധനകളുമുണ്ട്. എന്താണത് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നിരോധിത മേഖലകളിൽ ഡ്രോണുകൾ അനുവദനീയമല്ല. 250 ഗ്രാമിന് മുകളിൽ ഭാരം വരുന്ന ഡ്രോണുകൾക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആവശ്യമാണ്. 15 മീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്നതും 250 ഗ്രാമിൽ താഴെ ഭാരമുള്ളതുമായ ഡ്രോണുകൾക്ക് ഈ നമ്പർ ആവശ്യമില്ല. ഡ്രോണുകൾ വാങ്ങുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ എക്യുപ്മെൻ്റ് ടൈപ്പ് അനുമതി ആവശ്യമാണ്. 250 ഗ്രാമിന് മുകളിൽ ഭാരമുള്ളതും 2 കിലോയ്ക്ക് താഴെ ഭാരമുള്ളതുമായ ഡ്രോണുകൾ പറത്തുന്നതിന് 24 മണിക്കൂർ മുൻപ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതാണ്. ഡ്രോണുകൾ പറത്തുന്നത് സാധാരണഗതിയിൽ പകൽ സമയത്ത് മാത്രമായിരിക്കണം. സിവിൽ, ഡിഫൻസ്, സ്വകാര്യ വിമാനത്താവളങ്ങളുടെ 3 കിലോമീറ്റർ പരിധി, സ്ഥിരമോ താൽക്കാലികമായോ നിരോധനമുള്ള മേഖലകൾ, തീരത്ത് നിന്ന് കടലിലേക്ക് 500 മീറ്റർ പരിധി, സൈനിക സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റുകളുടെയും 3 കിലോമീറ്റർ പരിധി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ 2 കിലോമീറ്റർ പരിധി എന്നിവിടങ്ങളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും ഇരുന്നു കൊണ്ട് ഡ്രോണുകൾ പറത്തുവാൻ പാടില്ല. ഒരു കൂട്ടം ആളുകൾക്ക് മുകളിലോ ജനം നിറഞ്ഞ സ്റ്റേഡിയങ്ങൾക്ക് മുകളിലോ അനുവാദമില്ലാതെ ഡ്രോണുകൾ പറത്തുവാൻ പാടില്ല. ഇതുപോലെ നിരവധി നിയന്ത്രണങ്ങളും നിയമങ്ങളും ഡ്രോണുകൾ സംബന്ധിച്ചുണ്ട്. അറിവില്ലായ്മ കൊണ്ട് ഡ്രോണുകൾ ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോലീസിൻ്റെ പിടിയിലാകാം. ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ചിലപ്പോൾ നഷ്ടമായെന്നും വരാം. ഡ്രോണുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ നിയമക്കുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്തുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.